ഹായ്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു യാത്ര പോവാന്ന്. അതെൻ്റെ ഒരു 1, 2 ആഗ്രഹങ്ങൾ കൂടി സാധിക്കാനുള്ള യാത്രയായിരുന്നു ട്ടോ. ഒന്നാമത്തെ ആഗ്രഹമാണ് ട്രെയിനിൽ കയറുക എന്നുള്ളത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏട്ടനും പിള്ളേരും ടിക്കറ്റ് എടുക്കാൻ പോയി. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. യാത്ര എവിടേക്കാണെന്നല്ലേ, എറണാകുളത്തേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കരച്ചിൽ. എൻ്റെ ഒക്കത്ത് കയറിയപ്പോൾ കരച്ചിലൊക്കെ മാറി. എന്നെ കണ്ട കുട്ടിക്കൊരു പ്രാന്താണ്. ഞങ്ങൾക്ക് പോവാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. എൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ അതിന്ന് സാധിക്കുകയാണ്. പോകുന്നത് എവിടേക്കാണെന്നല്ലേ, അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ കയറി. ട്രെയിനിൽ സ്ഥലം ഉണ്ടായിരുന്നു, തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം കിട്ടി. പിള്ളേരൊക്കെ അവിടെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു. ഇതെൻ്റെ അമ്മയാണ്. അവിടെ എത്തണ വരെ ശീക്കുട്ടനും ദേവൂട്ടനും ഒരു ഭാഗത്ത് ഇരുന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓടി നടക്കുക തന്നെയാണ്. സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരിക്കുന്നുണ്ട്. ഞങ്ങളത് തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. എൻ്റെ ഇടയിൽ ശീക്കുട്ടി അലമ്പായപ്പോൾ ശീക്കുട്ടിക്ക് സ്നാക്സൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ആ സ്നാക്സ് ബോക്സ് കൈ പിടിച്ചിട്ടുള്ള അംഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. കുട്ടി ഇരുന്നിട്ടും നിന്നിട്ടും കിടന്നിട്ടും ഒക്കെ യാത്ര ചെയ്തു. അവർ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ വെള്ളം കുപ്പി കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടില്ല. ആ വെള്ളം കുപ്പി കൈ പിടിച്ചിട്ട് നടന്നോളും. അക്കുവിൻ്റെ പാലും കുപ്പിയും കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടും കണ്ടു കേട്ടോ. ട്രെയിനിൽ പോകുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടും കാണാൻ പറ്റി. ഞങ്ങൾ സ്ഥലത്തെത്തി, എറണാകുളത്തെത്തി. ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി ഞാൻ പറയാം എവിടേക്കാണ് പോണേന്ന്. എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് പോണത്. എറണാകുളം വരാപ്പുഴയാണ് മാമൻ്റെ വീട്. അപ്പം ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി പോയോണ്ടിരിക്കുകയാണ്. ഇനി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അടുത്ത ആഗ്രഹമുള്ള സ്ഥലത്തേക്കാണ് പോണത്. അതിനായിട്ട് എന്താ ഓട്ടോറിക്ഷ പേട്ടയിലേക്ക് വന്നേക്കാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ശീക്കുട്ട അമ്മയുടെ ഒക്കത്തും അക്കു എൻ്റെ ഒക്കത്തും കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി. ഇനി ഞങ്ങൾ പോണത് മെട്രോ കയറാനാണ്. മെട്രോയിൽ കയറാൻ ഞാൻ കുറേ നാളായി ആഗ്രഹം പറയണു. അങ്ങനെ മെട്രോയിൽ കയറാനുള്ള ആഗ്രഹം സാധിക്കാൻ പോവാണ്. അവിടെ ടിക്കറ്റ് എടുക്കാൻ ഇത്തിരി തിരക്കുണ്ട്. അപ്പോൾ അതിനേട്ടൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ എടപ്പള്ളിക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തേക്കണേ. എടപ്പള്ളി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറുകയാണ് ചെയ്യുക. മെട്രോയിൽ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. കയറിയപ്പോൾ നല്ല സന്തോഷമായി. കുട്ടികളെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ശീക്കുട്ട എൻ്റെ മടിയിലെത്തി. ഇരിക്കാൻ സീറ്റ് കിട്ടി. കുട്ടികളുണ്ടായിരുന്ന കാരണം ഇരിക്കാൻ സീറ്റ് കിട്ടി. കുറച്ചധികം തിരക്കുണ്ടായിരുന്നു മെട്രോയിൽ. അക്കു അമ്മയുടെ മടിയിൽ കുറച്ചൊക്കെ കുറുമ്പ് കാട്ടി. ഇങ്ങനെ എപ്പോഴും ഇരിക്കണത് വലിയ താല്പര്യമില്ല. ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കണം. അങ്ങനെയുള്ള കുട്ടിയാണ് അക്കു. ട്രെയിനിലാണെങ്കിലും മെട്രോയിലാണെങ്കിലും കുറച്ച് അലമ്പായിരുന്നു കേട്ടോ. ഈ നിന്ന് ചിരിക്കണത് വേറൊന്നുമല്ല, അപ്പുറത്തൊരു കുട്ടി കളിക്കണത് കണ്ടിട്ട് ചിരിക്കണതാണ് കേട്ടോ. മെട്രോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ്. നല്ല രസമാണ് കാണാൻ. മെട്രോയിൽ കയറാത്തവർ എന്തായാലും കയറണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെട്രോ ഇറങ്ങി. ഇനി ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. കുട്ടികൾ 3 ആളും കൂടിയിട്ടായ കാരണം ഇതൊരു ടാസ്കും കൂടിയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലെത്തി ഗായ്സ്. ഇനി അങ്ങോട്ടുള്ള ബസ് കയറണം. പിന്നൊരു കാര്യമുണ്ട്, അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാമൻ്റെ വീട്ടിൽ അറിയിപ്പ് കൊടുത്തിട്ടില്ല ഞങ്ങൾ എത്തുന്നുള്ളൊരു സർപ്രൈസ് വിസിറ്റ് തന്നെയാണ്. അവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രൂട്ട്സ് വാങ്ങാനായി കയറി. ഞങ്ങൾ എത്തി ഗായ്സ്. ഇതാണ് മാമൻ്റെ മോള് കേട്ടോ. ശരിക്കും ഞെട്ടിപ്പോയി. അമ്മായി ഞെട്ടി. അമ്മായി ഇതാ ജോലിക്ക് പോയി വന്ന് കയറിയതാണ്. അപ്പോൾ അമ്മായി പറയണത് പറഞ്ഞിട്ടൊക്കെ വരണ്ടേന്നാണ് പറയണത് കേട്ടോ ആള്. ഇതാണ് കുട്ടികൾ. ഇത് അമ്മായിയുടെ അനിയത്തിയുടെ മോനാണ്. അവനൊരു ആക്സിഡൻ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവനെ കാണാൻ പോയി ഞങ്ങൾ. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സൂപ്പ് കുടിച്ചു. ഇത് അമ്മായിയുടെ അനിയത്തിയുടെ മോളാണ്. അവൾ കോളേജ് കഴിഞ്ഞ് വന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ കൂടി ഇരുന്ന് കളിച്ചു. എല്ലാവരും നല്ല കളിയാണ്. ഇതാണ് കേട്ടോ അമ്മായിയുടെ അനിയത്തി. പാവം സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. ഞാൻ പറഞ്ഞു ഒരു പണിയാണ് മോളെ എന്ന് പറഞ്ഞു. അമ്മായി ഞങ്ങൾക്കുള്ള കായ്ക്കനി ഒരുക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു വട്ടമേശ സമ്മേളനമൊക്കെ കൂടി. ഇതെൻ്റെ അനിയനാണ്. അവ അടുത്ത ആഴ്ച പോവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടിയതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.